രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. അന്വേഷണ സംഘത്തിന്റെ ഹർജി കോടതി തള്ളി. മുൻകൂർ ജാമ്യം നിലനിൽക്കുമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി VS അനു ചേരുകയാണ്. VS അനു, എന്തായാലും കേസിൽ ഈ ജാമ്യം ലഭിച്ച ശേഷവും ഇത്തരത്തിൽ ഇടപെടുന്നു എന്നതായിരുന്നു ഈ അന്വേഷണ സംഘം SIT അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും കോടതി ഇക്കാര്യം തള്ളുകയാണ്. എന്താണ് കോടതിയിൽ നിന്ന് വരുന്ന ഈ വിധിയുടെ വിശദാംശങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3 പീഡന പരാതികൾ, അതിൽ രണ്ടാമത്തെ പരാതിക്കാരിയാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി ഫോണിൽ വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. ഇതോടുകൂടിയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി നൽകിയത്. പക്ഷേ ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഈ പരാതിക്കാരുടെ മുഴുവൻ ഫോൺ നമ്പറുകളും ഡിലീറ്റ് ചെയ്ത് അതിനുശേഷം കോടതി സത്യവാങ്മൂലം നൽകണം എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. രാഹുലിന് ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന രണ്ടാം പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ മേലുള്ള അന്വേഷണ സംഘത്തിന്റെ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു.